ധനഹ 2-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെ. ദേവാലയ ശുദ്ധീകരണം. സമാന്തര സുവിശേഷങ്ങളിൽ പരസ്യ ജീവിതത്തിന്റെ അന്ത്യത്തിൽ കുരിശുമരണത്തിന് പ്രധാന കാരണമായി ദേവാലയ ശുദ്ധീകരണം വിവരിക്കപ്പെടുന്നു. യോഹന്നാനാകട്ടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലും മിശിഹാരഹസ്യത്തിലെ ദൈവശാസ്ത്രപരമായ ഊന്നലാണ് ഈ വ്യത്യാസത്തിന്റെ കാതൽ. സോളമൻ രാജാവിന്റെ കാലത്താണ് ആദ്യ ജെറുസലേം ദേവാലയം പണി പൂർത്തിയാക്കപ്പെടുന്നത്. ദൈവാനുഭവത്തിന്റെ വലിയ അടയാളമായിരുന്നു അത്. പക്ഷേ അന്നുവരെ ഒരൊറ്റ ജനതയായി നിലകൊണ്ട യഹൂദ ജനത ദേവാലയത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ചേർന്ന് യൂദയ രാജ്യമെന്നും ജെറുസലേമിൽ നിന്ന് അകലെയായി മറ്റു 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ രാജ്യമെന്നും വിഭജിക്കപ്പെടാൻ ഇടയായതും ഈ ദേവാലയവും അതിനുവേണ്ടി നടത്തിയ നിർബന്ധിത നികുതിപിരിവുമായിരുന്നു എന്നതാണ് വിരോധാഭാസം. ദേവാലയ നിർമ്മിതിക്കും പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഭാരിച്ച സാമ്പത്തിക പിരിവുകൾ സാധാരണക്കാരന്റെ ചുമലിൽ കെട്ടിവെക്കുന്ന ഇന്നും നിലനിൽക്കുന്ന പ്രവണത. അഖണ്ഡതയേക്കാൾ അധികമായി വിഭാഗീയതയാണ് വിശ്വാസികൾ ഉണ്ടാകുക എന്ന് നാം അറിയുന്നുണ്ടോ? ഏതൊരു ലാഭക്കച്ചവടത്തിനും ലഭിക്കുന്നവന് സന്തോഷവും കൊടുക്കുന്നവന് വെറുപ്പും പിറുപിറുപ്പുമാണ് സ്വാഭാവിക വികാരം. അന്നും ഇന്നും ഇത് അന്വർത്ഥമാണ്. വിജാതിയരുടെ ദേവാലയ ഭാഗത്താണ് കച്ചവടം നടന്നുകൊണ്ടിരുന്നത് എന്നതും റോമൻ ഗ്രീക്ക് നാണയങ്ങളിൽ സീസറിന്റെ മുദ്രയാണുള്ളതിനാൽ വിജാതീയ നാണയങ്ങൾ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടാൻ പാടില്ലാത്തതിൽ യഹൂദ നാണയമായ ഷെക്കൽ ആക്കി മാറ്റുന്നതിനുമുള്ള സൗകര്യമാണ് ഒരുക്കി കൊടുത്തതെന്നുമുള്ള ന്യായമാണ് യഹൂദ പ്രമാണിമാർക്കുണ്ടായിരുന്നത്. നെബൂഖദ്നേസർ രാജാവ് BC 500-കളിൽ ഈ ദേവാലയം നശിപ്പിച്ചതിനു ശേഷം 70 വർഷത്തിനു ശേഷം വിജാതീയനും പേർഷ്യ രാജാവുമായ സൈറസ് ദൈവിക ദർശനപ്രകാരം പുനരുദ്ധരിച്ച ദേവാലയം ഗ്രീക്ക് അധിനിവേശത്തിൽ വീണ്ടും തകർക്കപ്പെട്ടതും റോമാക്കാരുടെ കാലത്ത് ഹെറോദേസ് BC 21 മുതൽ 46 സംവത്സരമെടുത്ത് പുതുക്കി പണിത ദേവാലയത്തിന്റെ ഉൾവശത്തെ വിജാതീയ ഭാഗത്താണ് യേശു നടത്തുന്ന ഈ ശുദ്ധീകരണം നടകടത്തുന്നതുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. വിശ്വാസമല്ല, നികുതി പണപ്പിരിവായിരുന്നു ഈ ദേവാലയ നിർമ്മാണ പ്രവർത്തനത്തിന് ഹെറോദേസിനെ പ്രേരിപ്പിച്ചത്. ദൈവത്തിന്റെ ആലയം ആത്മീയ നേട്ടങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യേശുവിന്റെ രോഷത്തിന് കാരണം. ഇതിന്റെ പേരിലായിരിക്കും ബലിയർപ്പിക്കപ്പെടുക എന്ന ദൈവിക പദ്ധതി പൂർത്തിയാക്കപ്പെടുക എന്ന സത്യം ആരെക്കാളും കൂടുതൽ അറിയുന്നത് യേശുവിന് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ താനാകുന്ന ദേവാലയത്തെ നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് താനത് പുനരുദ്ധരിച്ച് യഥാർത്ഥ ദേവാലയം നിർമ്മിക്കും എന്ന് അവൻ പറഞ്ഞത്. എന്നാൽ അതിന്റെ ആന്തരാർത്ഥം ഗ്രഹിക്കാൻ അവർക്കാർക്കുമായില്ല. ഇന്നും നമുക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അത് ഓർത്തു എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുരഹസ്യം ഇന്നും നമുക്ക് അജ്ഞാതമായിരിക്കുന്നതിന്റെ ഏക കാരണം നമ്മളുള്ള ദൈവാത്മാവിന്റെ അസാന്നിധ്യം തന്നെയാണ്. യേശുവിലാണെന്റെ വിശ്വാസം, കീശയിലാണെന്റെ ആശ്വാസം എന്ന് എഴുതിയ കുഞ്ഞുണ്ണി മാഷിന് പോലും നമ്മുടെ വിശ്വാസത്തിന്റെ പാപ്പരത്വം തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്.